ഇൻഫർമേഷൻ തരുന്നതായിരിക്കും. കരങ്ങളടിച്ച് നമുക്ക് ദൈവദാസനെ നമുക്ക് സ്വാഗതം ചെയ്യാം. Praise the Lord and greetings to you all in Jesus' name. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ. Thank God for this opportunity He has given us to come together like this and celebrate with music, talk about missions and also about the young professionals. നിങ്ങളോട് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാനും പാട്ടുകൾ പാടുവാനും യങ് പ്രൊഫഷണലിലേക്ക് ഉൾപ്പെട്ടുള്ള ദൈവവചന കേൾവിക്കും വേണ്ടി ദൈവം നമുക്ക് തന്ന ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. As Pastor Kingsley already mentioned, last year during the 100th General Convention, President Dr. Walson Abraham mentioned about the initiative for young professionals. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ കൺവെൻഷൻ സമയത്ത് നമ്മുടെ ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ വാൽസൺ അബ്രഹാം യങ് പ്രൊഫഷണലിനെ കുറിച്ചുള്ള മീറ്റിങ്ങുകൾ ഓർഗനൈസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുകയുണ്ടായി. The primary intent of this was to bring professionals, whether you are working in medical or engineering or IT or legal, to come together. അതിൻ്റെ മെയിൻ ഉദ്ദേശം ഇതാണ്. പ്രൊഫഷണൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾ, അത് ലീഗൽ സെക്ടറിലാണെങ്കിലും മെഡിക്കലിലാണെങ്കിലും മാനേജ്മെൻറ്റ് സെക്ടറിലാണെങ്കിലും അവരെല്ലാം കൂടെ ഒരുമിപ്പിച്ച് കൊണ്ടുവരിക, ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അവരെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. And this is also to bring talents and resources together to see how we can further the work of IPC and expand the kingdom of God. അതോടൊപ്പം തന്നെ അവരുടെ കഴിവുകളെ എങ്ങനെ ദൈവവേലയുടെ വളർച്ചയ്ക്ക് വേണ്ടി IPC പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം, അതായിരുന്നു ആ ഒരു മീറ്റിംഗിന്റെ ഉദ്ദേശം. God has blessed IPC with so many resources and we have so many working professionals across the globe in different industries. IPCയെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. നമ്മുടെ കൂടെ അനേക യുവാക്കന്മാരുണ്ട്, കർത്താവിന്റെ വേല ചെയ്യുന്നവരുണ്ട്, പ്രൊഫഷണൽസ് ഉണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. In Bangalore we have a city church where we have professionals from different in corporates and students studying in different colleges coming together. ബാംഗ്ലൂരിലുള്ള സിറ്റി ചർച്ചിൽ അനേക പ്രൊഫഷണൽസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അവർ കോളേജിൽ പഠിക്കാൻ വരുന്നവരുണ്ട്, ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, അതോടെ തന്നെ പ്രൊഫഷണൽ കോർപ്പറേറ്റ് കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവരുമാണ്. We have different IPC believers who are in apologetics. അതുപോലെ തന്നെ അനേക നമ്മുടെ വിശ്വാസികളുണ്ട്, അവർ ക്രിസ്തു വിശ്വാസത്തിന്റെ സംരക്ഷകരായിട്ടുള്ള വ്യക്തികളുമാണ്. They have a platform where they discuss current issues like LGBTQ, abortion and all of that. അവരെ ചെയ്യുന്നത് ഇന്നത്തെ നമ്മുടെ ആധുനിക സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന LGBTQ-നെ കുറിച്ചും അങ്ങനെയുള്ള അബോർഷൻ അങ്ങനെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് ഇഷ്യൂസിനെ കുറിച്ച് സംസാരിക്കുകയും അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തുകയുമാണ് ആ പ്രൊഫഷണൽസിന്റെ മെയിൻ ഉദ്ദേശം. We have different entrepreneurs that are establishing schools, hospitals and all of that within IPC. നമ്മുടെ പ്രസ്ഥാനത്തിൽ അനേക ബിസിനസ് ചെയ്യുന്നവരുണ്ട്. അവരുടെ പ്രവർത്തനം മുഖാന്തരമായിട്ട് ബിസിനസ് മേഖലകളിലും മറ്റു മേഖലകളിലേക്കും അനേക കാര്യങ്ങൾ ദൈവം അവർ മുഖാന്തരമായിട്ട് ചെയ്തു വരുന്നു. So this is a platform where we can come together and collectively do much more for the kingdom of God. അതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് കർത്താവിന്റെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ടുള്ള ഒരു സ്ഥലമാണ്. And we have people from different cities in India, different parts of the world that have been part of this forum over the last 1 year. ഇന്ത്യയുടെ പല സിറ്റിയിൽ നിന്നും ദേശത്തിന്റെ വിദേശത്തു നിന്നും അനേക വ്യക്തികൾ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ട്. And if you are a working professional, would like to invite you to be part of this association, you can drop me a message on WhatsApp at my number. It is there on the screen. My number is there on the screen and we can add you to the database. പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാകുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു അവസരമുണ്ട്. പ്രിയ ജോയൽ ജേക്കബിന്റെ നമ്പർ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അവരുമായിട്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ കോൺടാക്ട് ചെയ്യുകയും പ്രവർത്തനങ്ങളിൽ പങ്കാളികാനായിട്ടുള്ള അവസരവും അവർക്കുണ്ടായിരിക്കുന്നതായിരിക്കും. And for the benefit of those here, I'll just tell my number 963-278-9368. You can just repeat once again. Yeah, I'll repeat it again. My number is 963-278-9368 and it's there on the screen as well. നമ്മൾ കാണുന്ന സ്ക്രീനിൽ ജോയൽ ജേക്കബിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് വാട്സാപ്പ് നമ്പറാണ്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും. അത് മുഖാന്തരമായിട്ട് വരും ദിവസകാലങ്ങളിൽ ഈ പ്രവർത്തനത്തിന്റെ പങ്കാളികളാകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. And I once again want to thank our general executives for taking this initiative and putting this forum together and request all of you to pray that we'll be able to do much more for the kingdom of God. ഈ സമയത്ത് IPCയുടെ ജനറൽ എക്സിക്യൂട്ടീവിന് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ സഹായങ്ങൾ ഉള്ളതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പ്രവർത്തനത്തെ മുമ്പോട്ട് നയിക്കാൻ നമുക്ക് ശ്രമിക്കാം.
God bless you. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. So thank God for this wonderful briefing. നല്ല രീതിയിൽ ഈ വിഷയത്തെ പ്രസന്റ് ചെയ്തതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I request all of you to join together because we are in a season of information technology. നിങ്ങൾക്കെല്ലാം അറിയാം, ആധുനിക വിവരാവകാശ